സോ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് കുറച്ച് ഗ്രാമറും കുറച്ച് ലിറ്ററേച്ചർ ഭാഗം പഠിച്ചു. ഇനി ജർമ്മൻ്റെ മെയിൻ ഗ്രാമർ പാർട്ടിലേക്കാണ് വരുന്നത്. ഇതാണ് ഫൗണ്ടേഷൻ. അപ്പോൾ ഇത് ശരിക്കും പഠിക്കാൻ നോക്കാം. ദിസ് ഈസ് ദി ബേസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് നോമിനാറ്റീവ് വെച്ചിട്ട് ഓർ നോമിനേറ്റീവ്. അപ്പോൾ ഈ നോമിനേറ്റീവ് കേസ് ഇസ് യൂഷ്വലി യൂസ് ഫോർ എ പേഴ്സൺ ഓർ എ തിങ് വിച്ച് ഇസ് ഡൂയിങ് ദി ആക്ഷൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യനാവാം അല്ലെങ്കിൽ ഒരു സാധനമാവാം, അതൊരു ആക്ഷൻ ചെയ്യുക. ഓക്കെ, അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിലിപ്പോൾ പറയാം ein Mann liest. ein Mann എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാൻ, ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ വായിക്കുക. ഓക്കെ, അപ്പോൾ എന്താ ഒരാൾ വായിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ein ബുക്ക് എന്ന് പറയാമെന്ന് ഓർത്തോ. അപ്പോൾ ein Mann liest ein Buch. ഒരു മനുഷ്യൻ ഒരു ബുക്ക് വായിക്കുക. അപ്പോൾ ഇതിൽ ആക്ഷൻ എന്തുവാ? നമ്മൾ പറഞ്ഞാണല്ലോ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബ്. അപ്പോൾ ഇതിൽ വെർബ് എന്തുവാ? വായിക്കുക, ലീസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ അതിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. ആരാ ബുക്ക് വായിക്കുന്നത്? ആരാ ബുക്ക് വായിക്കുന്നത്? ആ ഒരു മനുഷ്യൻ. അപ്പോൾ ആ ഒരു മനുഷ്യൻ എന്തായി മാറി? നോമിനേറ്റീവായി മാറി. ഓക്കെ, ബേസിക് കാര്യം മനസ്സിലായല്ലോ. ഇനി അത് ഒരു മനുഷ്യനാവാം, ഒരു സാധനമാവാം. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് എഴുതുമ്പോൾ ഹൂ അല്ലെങ്കിൽ ആര് ആക്ഷൻ ചെയ്യണമെന്ന് പറയുന്നത് അവരെല്ലാം നോമിനേറ്റീവ് കേസായി മാറും. ഇനി ഈ നൗൺ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സബ്ജക്റ്റ് ആയിരിക്കും അല്ലേ? ആ ബുക്ക് വായിക്കുന്നൊരു സബ്ജക്റ്റ് ആരാണ്? ആ മനുഷ്യൻ. അപ്പോൾ ഓർക്കാൻ നോമിനേറ്റീവ് സബ്ജക്റ്റ് ആയിരിക്കും. ഇനി there is always only one subject in a sentence. That is only one nominative case. നമ്മുടെ സെൻറ്റൻസ് പറയുമ്പോൾ അതിലൊരു സബ്ജക്റ്റ് അല്ലേ ഉണ്ടാവത്തുള്ളൂ. ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് ചെയ്യുന്നുണ്ടാവും ഒരുമിച്ച്. ഇപ്പോൾ പറയാ ഒരു മാനും കൊച്ചും കൂടെ ബുക്ക് വായിക്കുക. അപ്പോൾ 2 പേരുണ്ട്, പക്ഷെ എന്നാലും അത് ഒരുമിച്ചാണല്ലോ വരണേ. അപ്പോൾ അതെല്ലാം നോമിനേറ്റീവ് കേസായിട്ട് വരും. പക്ഷേ നോമിനേറ്റീവ് സബ്ജക്റ്റ് റിപ്പീറ്റ് ആകത്തില്ല. ഇനി ഇതിൻ്റെ വേറൊരു എക്സാമ്പിളാണ് eine Frau isst. ഇസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഈറ്റ്. അപ്പോൾ ഒരു ലേഡി ഫുഡ് കഴിക്കുക, അല്ല കഴിച്ചുകൊണ്ടിരിക്കുക. എന്താണ് സ്പെസിഫിക്? ഒരു ആപ്പിൾ കഴിക്കുക എന്ന് ഓർത്തോ, einen ആപ്പിൾ. അപ്പോൾ eine Frau isst einen Apfel. അപ്പോൾ അതിൽ ആരെ കഴിക്കുന്നേ? ഈ eine Frau. അപ്പോൾ ഈ eine Frau എന്തായി മാറി? നോമിനേറ്റീവായി മാറി. താഴെ തന്നെ ein Mädchen schreibt. ഒരു പെൺകൊച്ച് എഴുതുക. ആരെഴുതുന്നേ? പെൺകൊച്ച്. അപ്പോൾ ഇതെല്ലാം എന്തായി മാറി? നോമിനേറ്റീവ്. ഇനി ഒരു കാര്യം ഓർക്കാം, ഈ നോമിനേറ്റീവ് എപ്പോഴും ഇപ്പം ഞാനെല്ലാം ഇത് ഫസ്റ്റിലാണല്ലോ എഴുതി വെച്ചേ, അങ്ങനെ ആവണമെന്നില്ല. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഒരു സെൻറ്റൻസ് എഴുതി, ich habe einen. എൻ്റെ കയ്യിൽ ഒരു ആപ്പിളുണ്ട്. ഓക്കെ, അപ്പോൾ ആരുടെ കയ്യിൽ ആപ്പിളുണ്ട്? എൻ്റെ കയ്യിൽ. അപ്പോൾ ഇഷാണ് നോമിനേറ്റീവ് ആയത്. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, einen Apfel habe ich. അപ്പോൾ അത് ശരിയായിരിക്കുമോ? സത്യം പറഞ്ഞാൽ ഇതും കറക്റ്റ് ഫോമാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊരു ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ വെർബ് എഴുതുമ്പോൾ വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കണം. അതാണ് മെയിൻ റൂള്. ഇൻ കേസ് വെർബ് സെക്കൻഡ് പൊസിഷനിൽ വന്നില്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ വരികയാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അത് നമുക്ക് പിന്നെ പഠിക്കാം. പക്ഷേ ഇതാണ് മെയിൻ റൂള്. ഇനി അപ്പോൾ നമ്മളല്ലേ സെക്കൻഡ് പൊസിഷനിൽ വെർബ് വരണം. അതിൻ്റെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് നമ്മൾ സബ്ജക്റ്റ് വരാം. പക്ഷേ വെർബിൻ്റെ കൂടെ സബ്ജക്റ്റ് ഉണ്ടാവണം. അതാണ് കമ്പൾസറി. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഇപ്പോൾ ഇതിപ്പോൾ 1, 2, 3ാമത്തെ പൊസിഷനായി. അപ്പോൾ അത് തെറ്റല്ലേ? അല്ല. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻ ആപ്പിൾ എന്ന് പറയത്തില്ലേ, ഈ ആൻ ആപ്പിൾ നമ്മൾ എടുത്തിട്ട് ഫ്രണ്ടിലിട്ടിട്ട് ലാസ്റ്റ് പോയിട്ട് ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ലല്ലോ.
അപ്പോൾ ഈ അയൺ ആൻഡ് ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡാണ്. ഇതിന് ഒരു പ്ലേസാണ് ഫസ്റ്റ് പ്ലേസ്. പിന്നെ പറഞ്ഞ സെക്കൻഡ് പ്ലേസ് വെർബും വന്നു, തേർഡ് സബ്ജക്റ്റും വന്നു. അപ്പം അങ്ങനെയാണ് യൂഷ്വലി നമ്മളൊരു ഒരു സെൻറ്റൻസ് ഫോർമുലേറ്റ് ചെയ്യണത്. ഓക്കെ, സോ ബേസിക് കാര്യം മനസ്സിലായാലോ? ഷോർട്ട് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, സബ്ജക്റ്റാണ് നോമിനേറ്റ് എന്ന് പറയണത്. നമ്മൾ നോമിനേറ്റ് ചെയ്യുവാണ്. അതിൽ എപ്പോഴും സബ്ജക്റ്റ് വെർബിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തെ സംഭവം വരണം. നമുക്കിപ്പോൾ ഒരു സെൻറ്റൻസ് കണ്ടിട്ട് നമുക്കിത് മനസ്സിലായില്ല ഏതാ നോമിനേറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ചോദിക്കണം ഹൂ. നോമിനേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞാൽ ഹൂ, അല്ലെങ്കിൽ ആരാണ് ആക്ഷൻ ചെയ്യുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം അത് നോമിനേറ്റീവ് ആണെന്ന്.